നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. അഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ ഇംപ്രൂവ്ഡ് ആക്യുറൻസി. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഞാൻ പറയേണ്ടതുണ്ടാവില്ല. ഓട്ടോമേറ്റഡ് ടാസ്ക്കാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത് അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വെരി ഫാസ്റ്റാണ്, മോർ എഫിഷ്യൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നതിൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇംപ്രൂവ് ആക്യുറസി, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആക്യുറേറ്റ് ആണെങ്കിൽ കിട്ടുന്ന ഡാറ്റയും പ്യുവർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം എറേഴ്സുകളും ബയാസുകളും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ത്രൂ ദ ഇമെയിൽ, വീഡിയോ കോൺഫറൻസ് ആൻഡ് സോഷ്യൽ മീഡിയാസ്, നമ്മൾ ചെയ്യുന്നത് പോലെ മീറ്റ്, സൂം, ഇതൊക്കെ എന്ന വീഡിയോ കോൺഫറൻസിങ്ങിൽ വരുന്ന ആപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആക്സസ് ടു ഇൻഫർമേഷൻ, എന്താണ് ഇൻഫർമേഷന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കൊടുക്കാനും അതുപോലെ ഔട്ട്പുട്ട് കിട്ടാനും സാധിക്കുന്നുണ്ട്. പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ. സ്റ്റോർ ചെയ്ത് വെക്കാൻ, കൊടുക്കുന്ന ഡാറ്റ എത്രത്തോളം ഉണ്ടെങ്കിലും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അവർക്ക് ഈ കമ്പ്യൂട്ടറിന് സാധിക്കുമെന്നുള്ളതാണ്. മിസ്സാവാതെ, ലോസ് ആവാതെ, അതിൻ്റെ ആൻറ്റിവൈറസ് ഒന്നും കയറാതെ നമുക്ക് അതിനുള്ള സംഗതികളൊക്കെ ചെയ്താൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോണേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. റിയൽ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ വീഡിയോസും ഗെയിംസും മ്യൂസിക്കും ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കമ്പ്യൂട്ടറിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് ഓപ്പറേഷൻസുകളിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.